കൂട്ടുകാരെ. പറയാൻ വിട്ടുപോയി. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. നമുക്ക് തക്കാളിച്ചാറ് ഉണ്ടാക്കാൻ പോവാം. വരും. നമുക്കതിലേക്ക് തക്കാളി ഇടാം. ഇനി നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി 1.5 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വെള്ളം ചേർക്കാം. തിളപ്പിച്ചാറിയ വെള്ളമാണേ. പച്ച വെള്ളം ഒഴിച്ചാൽ അതിന് ടേസ്റ്റ് കുറയും. എപ്പോഴും നമ്മൾ കറികളൊക്കെ വെക്കുമ്പോൾ തിളപ്പിച്ചാറിയ വെള്ളം തന്നെ ഒഴിക്കാൻ ശ്രമിക്കാം കേട്ടോ. ഞാനൊരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി വേപ്പില ഇതെല്ലാം മിക്സിയിൽ അടിക്കുന്ന കൂട്ടത്തിൽ ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ഇഞ്ചിയും ഒന്നും ഞാൻ ചേർക്കുന്നില്ല. വെളുത്തുള്ളി എല്ലാം ഞാൻ അതിൽ ചേർത്തിട്ടുണ്ട്. അപ്പം അതൊന്ന് വാടി മിക്സിയിൽ അടിഞ്ഞ് നന്നായിട്ട് ടേസ്റ്റ് ആയിട്ട് അപ്പോൾ വെളുത്തുള്ളിയുടെ എല്ലാം ഇഞ്ചിയുടെയും എല്ലാ ഗുണങ്ങൾ നമുക്ക് കിട്ടും. അല്ലെങ്കിൽ കുട്ടികളൊക്കെ ഇഞ്ചിയൊക്കെ പെറുക്കി കളയും. അപ്പോൾ ഇതാകുമ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അവരുടെ ഉള്ളിൽ ചെയ്യുന്നോളൂ. ഓക്കെ, ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് ഇത് വേവിക്കാം. നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. ചെറിയ ഉള്ളി മുഴുവനായിട്ടാണ്. അപ്പോൾ ഒന്ന് പകുതി വാടിയാൽ മതിയല്ലോ. അപ്പോൾ അവർ പച്ചച്ചുവ നിൽക്കും, ഒരു വാട്ട ടേസ്റ്റ് നിൽക്കും. അപ്പം ഉള്ളി എടുത്തിട്ടുണ്ട്, ഇഞ്ചി ചതച്ചത്, ഉപ്പ്, കുരുമുളക്, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, വേപ്പില, ഇത് തേങ്ങ ചെരുവിത് അതുമായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് വാട്ടി എടുക്കാം. കണ്ടോ, ഇത്രയും വാടിയാൽ മതി നമുക്ക്. ഇനി ഇത് ചൂടാറിയ ശേഷം നമുക്ക് മിക്സിയിലിട്ട് അടിച്ച് പേസ്റ്റ് ആക്കി എടുക്കാം. മഴയുള്ളതുകൊണ്ട് കേൾക്കാമോന്ന് അറിയില്ല. തക്കാളി നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്തിടാം. നമുക്ക് ആ തേങ്ങ നന്നായി വാട്ടിയെടുത്തതിലേക്ക് തിളപ്പിച്ചാറി വെള്ളം ഒഴിച്ച് മിക്സിയിൽ അടിച്ചെടുക്കാം. നന്നായിട്ടൊക്കെ നിന്നോട്ടെ വെള്ളം. നമുക്കിതിലേക്ക് തേങ്ങ അടിച്ചെടുത്തത് ചേർക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് തിളച്ച് പോവാതെ സ്റ്റവ് ഓഫ് ചെയ്യണം. ഈ ആ തേങ്ങ കൂടുതൽ ഇതായ ആ ഒരു ടേസ്റ്റ് കുറയും. നമുക്ക് കടിയിടാം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് കറിയിലേക്ക് ഇടാം. നമ്മുടെ തക്കാളിച്ചാറ് റെഡി ആയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം.